പത്തനംതിട്ട കോന്നി പാറമട അപകടത്തിൽ ഇനി കണ്ടെത്താനുള്ള ബീഹാർ സ്വദേശിക്കായിട്ടുള്ള തെരച്ചിൽ ദുഷ്കരം. തുടർച്ചയായി പാറകൾ ഇടിഞ്ഞു വീഴുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകാനായി മനോജ് ഉണ്ട്. മനോജ്, ഏറെ ദുഷ്കരമായ ദൗത്യമാണ് പുരോഗമിക്കുന്നത്. എന്നാൽ ഇപ്പോൾ താൽക്കാലികമായി ദൗത്യം നിർത്തിവെക്കേണ്ടി വന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? രാഖി, ഈ തിരച്ചിൽ നടക്കുന്നതിനിടയിൽ തന്നെ പാറകൾ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഇന്നും ഈ പാറകൾ വലിയ ശബ്ദത്തോടുകൂടി താഴേക്ക് പതിക്കുന്നുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് NDRFന്റെ സംഘവും ഫയർഫോഴ്സും ഒക്കെ ഇവിടെ പരിശോധന നടത്തുന്നത്. രാവിലെ മുതൽ തന്നെ അതായത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്ത് അവിടേക്ക് ഈ ഫയർഫോഴ്സിന്റെയും NDRFന്റെയും ടീം അംഗങ്ങൾ ഇറങ്ങിച്ചെന്ന് പരിശോധന നടത്തി. ആദ്യഘട്ടത്തിലൊക്കെ വലിയ പ്രതിസന്ധി നേരിടേണ്ടി വന്നു. പിന്നീട് ഇറങ്ങി അവിടെയുള്ള അതായത് ആ കിറ്റാജിക്ക് മുകളിലുള്ള പാറക്കഷ്ണങ്ങളൊക്കെ നീക്കം ചെയ്യാനുള്ള ഒരു ശ്രമമായിരുന്നു. എന്നാൽ കൂടുതൽ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പാറകൾ നീക്കം ചെയ്യാൻ സാധിക്കൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ശേഷിയുള്ള കിറ്റാജിയും അതോടൊപ്പം ക്രെയിനും എത്തിക്കുവാനാണ് തീരുമാനം. കരുനാഗപ്പള്ളിയിൽ നിന്നും വലിയ ക്രെയിന് ഇങ്ങോട്ടേക്ക് എത്തിക്കും. അതോടൊപ്പം തന്നെ ആലപ്പുഴയിൽ നിന്നടക്കം കിറ്റാജി കൊണ്ടുവരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ജില്ലാ കളക്ടർ ഇത്തരത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ പരിശോധന തുടരുന്ന സാഹചര്യത്തിൽ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അതായത് ഓരോ തട്ടുകളാണ് ഈ കോറി ഉള്ളത്. ഈ തട്ടിലൂടെ തന്നെ ഓരോ വഴികളുമുണ്ട്. ഈ വഴികളിലൂടെ പോയിക്കൊണ്ടിരുന്ന കിറ്റാജിയാണ് ഇത്തരത്തിൽ അതായത് ഈ വൃത്തിയാക്കുന്നതിനിടയിലാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്. പൂർണ്ണമായും വാഹനത്തിന് മുകളിലേക്ക് ഈ പാറക്കഷ്ണങ്ങൾ പതിച്ച് അത് പൂർണ്ണമായും തകർന്നിരിക്കുന്നു. അതിനുള്ളിലാണ് ഇവർ ഉണ്ടായിരുന്നത്. ഈ സമയത്ത് ഒരാളുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം തിരച്ചിൽ കണ്ടെത്തിയിരുന്നു. ഇന്ന് കണ്ടെത്താനുള്ള ബീഹാർ സ്വദേശിയുടെയാണ്. ആ തിരച്ചിൽ രാവിലെ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ താൽക്കാലികമായി ഒരു ആവശ്യം, അതായത് വലിയൊരു ക്രെയിൻ വരണമെന്നുള്ളതാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ താൽക്കാലികമായി ഇപ്പോൾ അവിടേക്ക് ആളുകൾ ഇറങ്ങുന്നില്ല, ഉദ്യോഗസ്ഥർ ഇറങ്ങുന്നില്ല. അതോടൊപ്പം തന്നെ ഈർപ്പവും വലിയ ഭീഷണി ഉയർത്തുന്നതാണ്. അതായത് ഈ പാറക്കിടയിലൂടെയുള്ള ഈർപ്പം ആ ഭാഗത്തു നിന്നും പാറകൾ വീണ്ടും വീഴാൻ സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ്. നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുമാണ് ഇത്തരത്തിൽ പാറകൾ ഇളകി വീഴുന്നത്. അപ്പോൾ അവിടേക്ക് ഉദ്യോഗസ്ഥർ ഇറങ്ങുമ്പോൾ ആ ദൗത്യം വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ച് പരിശോധിക്കാനാണ് തീരുമാനം. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് ആ കിറ്റാജിയെ കാണാൻ സാധിക്കും. പൂർണ്ണമായും തകർന്നിരിക്കുന്നു. ഉള്ളിലുണ്ടായിരുന്ന ഈ ബീഹാർ സ്വദേശിയെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ടാണ് രാവിലെ മുതൽ തന്നെ ആ കിറ്റാജിക്ക് മുകളിലുള്ള പാറകളൊക്കെ നീക്കം ചെയ്തത്. എന്തായാലും ഈ തിരച്ചിൽ തുടരാൻ തന്നെയാണ് തീരുമാനം. അതിനു വേണ്ടിയിട്ടുള്ള ക്രെയിൻ എത്തിക്കോട്ടെ എന്നുള്ളതാണ് കളക്ടർ അടക്കം പറയുന്നത്. എന്തായാലും കിറ്റാജിക്ക് മുകളിലുള്ള പാറകൾ നീക്കാൻ സാധിച്ചു എന്നുള്ളതും പറയുന്നുണ്ട്. എന്തായാലും വലിയൊരു അപകടം, അതായത് 2 പേരെയാണ് കഴിഞ്ഞ ദിവസം മുതൽ കാണാതെ ഇരുന്നത്. ഇന്നലെ ഒരാളുടെ മൃതദേഹം കിട്ടി. എന്തായാലും നാട്ടുകാരൊക്കെ ഉന്നയിക്കുന്ന വലിയ തരത്തിലൊരു ആരോപണം, അതായത് നേരത്തെ നിരവധി പരാതികൾ കൊടുത്തിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്നും നാട്ടുകാർ ഈ കോറിക്ക് മുന്നിലേക്ക് എത്തിയിരുന്നു. ഈ കോറി ഇങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് ഇവിടെയുള്ള ആളുകൾക്കും അതോടൊപ്പം തന്നെ ഭൂമിക്കും വലിയ ദോഷമാണ് എന്നുള്ള കാര്യം തന്നെയാണ് ആളുകളൊക്കെ വ്യക്തമാക്കുന്നത്. കാരണം അവർ നേരത്തെ നൽകിയിട്ടുള്ള പരാതികളടക്കം നമ്മെ കാണിച്ചിരുന്നു. അതോടൊപ്പം തന്നെ പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഈ കോറി പ്രവർത്തിച്ചു വരുന്നത് എന്നുള്ളതാണ് നാട്ടുകാരൊക്കെ ഉന്നയിക്കുന്ന ആരോപണം. എന്തായാലും എന്നാൽ കളക്ടർ രാവിലെ അതിനെയൊക്കെ ലഘൂകരിച്ചുകൊണ്ടൊരു പ്രതികരണമാണ് നടത്തിയത്. അതായത് വലിയ രീതിയിലുള്ള പരാതികളൊന്നും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ്. അതൊക്കെ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് ഈ കോറി പ്രവർത്തിച്ചു വരുന്നതെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നൊക്കെയാണ് കളക്ടറിന്റെ ഒരു പ്രതികരണം. എന്തായാലും ജനങ്ങൾ അതിനെതിരെ ശക്തമായി തന്നെ പ്രതികരിക്കുന്നുണ്ട്. ഈ കോറി അതായത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ ഹെക്ടർ കണക്കിന് സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ പാറ ഇടിച്ചു കൊണ്ടുപോയി, അതായത് തട്ടുകളായി പാറ ഇവിടെ നിന്നും മാറ്റിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അതായത് ഈ അടിയിൽ നിന്നും മുകളിൽ, അതായത് 2ാമത്തെ തട്ടിന് മുകളിലേക്കാണ് ഈ ഒരു കിറ്റാജി കടന്നുപോയത്. ആ വഴിയിലാണ് ഇത്തരത്തിൽ അപകടം സംഭവിച്ച് ആ കല്ലുകൾ ഇപ്പോഴും അവിടെ അങ്ങനെ അപകട ഭീഷണിയായി തന്നെ നിൽക്കുന്നുണ്ട്. അവിടേക്ക് ഇറങ്ങുവാൻ വേണ്ടി ഈ റോപ്പൊക്കെ രാവിലെ തന്നെ സെറ്റ് ചെയ്തിരുന്നു. അതായത് എവിടെയെങ്കിലും റോപ്പ് ഉറപ്പിച്ച ശേഷം മാത്രമേ ഉദ്യോഗസ്ഥർക്ക് അങ്ങോട്ടേക്ക്, അതായത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കും NDRFന്റെ ടീം അംഗങ്ങൾക്കും ആ സ്ഥലത്തേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപകടത്തിൽ ഇനി കണ്ടെത്താനുള്ള ബീഹാർ സ്വദേശിക്കായിട്ടുള്ള തിരച്ചിൽ ഏറെ ദുഷ്കരമായി മാറുകയാണ്. തുടർച്ചയായി പാറകൾ ഇടിഞ്ഞു വീഴുന്നുണ്ട്. ഇത് വലിയ പ്രതിസന്ധി മേഖലയിൽ സൃഷ്ടിക്കുന്നുണ്ട്. എന്തായാലും താൽക്കാലികമായി രക്ഷാദൌത്യം നിർത്തിവച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് മനോജാണ്.